അപ്പോൾ അത് ആനിവേഴ്സറിയുടെ തലേദിവസം ഞങ്ങൾ ഒരു കുട്ടി ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്കറിയാലോ എത്ര തന്നെ നമ്മൾ എല്ലാം സെറ്റാക്കി വെച്ചാൽ ഇങ്ങനത്തെ വല്ല പരിപാടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ തലേദിവസം നമുക്ക് ഷോപ്പിൽ മസ്റ്റാണല്ലോ. നല്ല നിറവുണ്ടായല്ലോ. ഞങ്ങൾ ദോഹാമാളിക്കാട്ട് പോയി. ഞാൻ ആദ്യമായിട്ട് പോണത്. അപ്പോൾ ഇവിടെ അധികം തിരക്കില്ല, ന്യൂ ആണ്. അപ്പോൾ എല്ലാ മാക്സ് സെൻട്രൽ പോയിൻ്റ് RNB എല്ലാതും ഉണ്ട്. അപ്പോൾ എല്ലാതും ഒരു കുടക്കീഴിൽ കിട്ടുമ്പോൾ അവിടെ പോയി നോക്കണതാണല്ലോ നല്ലത് വിചാരിച്ചിട്ടാണ് ഇവിടെ പോയേക്കണത് കേട്ടോ. അത് നല്ലതാണ് കേട്ടാ. ഫസ്റ്റ് നമ്മൾ മാക്സിലാണ് പോയിട്ട് ഇവിടുത്തെ മാക്സിൻ്റെ ലോഗോ തന്നെ നല്ല രസമുണ്ട് കാണാൻ. വേറൊരു തരം, പിന്നെ അതുപോലെ തന്നെ ഫുള്ളിങ്ങനെ വേറൊരു കളർ തീമൊക്കെ ആയിട്ട് നല്ല വലിയ മാക്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് അട്രാക്റ്റ് ചെയ്തത് ഈ ഓർണമെൻറ്റ്സിൻ്റെ സെക്ഷനാണ് കേട്ടോ. വൈഡ് വെറൈറ്റി ഓഫ് കളക്ഷനും ഉണ്ട്, നല്ല ഓഫറുണ്ട്. ഞാൻ അന്നൊക്കെ സെൻട്രൽ പോയിന്റിൽ പോയപ്പോൾ എനിക്ക് ഇത്ര അധികം കളക്ഷൻ കണ്ടിരുന്നില്ല. അപ്പോൾ എനിക്കെൻ്റെ കമ്മൽ കുറേ ആയിട്ട് ഇങ്ങനെ മാറ്റണം വിചാരിക്കും. നാട്ടിൽ നിന്ന് കൊടുത്ത കമ്മൽ തന്നെ യൂസ് ചെയ്തിരുന്നു. പിന്നെ 3-4 എടുത്ത് പിടിച്ച് ഷാമയോട് ചോദിച്ച അവസാനം ഇത് ഫിക്സ് ആക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ അങ്ങനെ ഡ്രസ്സൊക്കെ തപ്പിയൊക്കൊന്നും ആനിവേഴ്സറി ഇടാൻ പറ്റിയ പോത്തൊന്നും കണ്ടൊന്നുമില്ല. എന്നാലൊരു 2 ടോപ്പ് ഇഷ്ടപ്പെട്ടത് കൈ പിടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ട്രയൽ ചെയ്ത് നോക്കണം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഈ വൈറ്റ് ടോപ്പ് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ ഇട്ടപ്പോൾ എന്തോ വെയിറ്റേഴ്സിൻ്റെ ലുക്കിൽ എനിക്കെന്തോ സെറ്റായില്ല. ഇതെനിക്കിഷ്ടമായി, പക്ഷേ ഇതിൻ്റെ കളർ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമല്ല. വേറെ കളർ നോക്കിയപ്പോൾ സൈസ് ഇല്ല. പിന്നെ ആനിവേഴ്സറിക്ക് നോക്കാൻ വന്നാലോ, ആനിവേഴ്സറിക്ക് പറ്റിയൊന്നും കിട്ടാത്തതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ തന്നെ ലുലു ഉണ്ട്. അപ്പോൾ ലുലു കയറാൻ വെച്ച് എനിക്ക് കേക്ക് നോക്കണമെന്നുണ്ടായിരുന്നു. കേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് വന്നത്. ഇത് മതിയില്ലേ? ഉണ്ടോ? ആ കിട്ടി 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 5 കിട്ടി. ക്യാൻഡിലും ഉണ്ടല്ലേ? സെറ്റ് സെറ്റ് കൈ കാട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ച പോത്തൊരു കുട്ടി കേക്കും കിട്ടി, ക്യാൻഡിലും കിട്ടി, റീലിന് എടുക്കാനുള്ള ഒരു കേക്ക് ആയിരുന്നു. അപ്പോൾ അതൊക്കെ സെറ്റായിട്ട് എന്താ മമ്മാടെ പപ്പാടെ ഹാപ്പി ആനിവേഴ്സറി. എന്താ ബ്ലാക്ക് ഒക്കെ ഇട്ട് സെറ്റ് ആയി നിൽക്കണ ഇപ്പൂട്ടാ. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ നാട്ടില് 12 മണിയൊക്കെ കഴിഞ്ഞ് 9-ാം തീയതി ആയി. ഇവിടെ 9-ാം തീയതി ആവാ, അരമണിക്കൂർ കൂടി ഉണ്ട് അല്ലേ. ഞങ്ങളൊരു റീൽ എടുക്കാൻ വേണ്ടി സെറ്റ് ആക്കാൻ നിൽക്കണേ. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ ഷൂട്ടിങ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ ഓരോന്ന് സെറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ. എനിക്ക് എൻ്റെ പോലെ തന്നെ തോന്നിട്ട് ഐബുവിൻ്റെ ഇത് കണ്ടിട്ട് പാവെന്ന് നേരത്തെ ഉറങ്ങുന്നു. പക്ഷെ പപ്പാടെ അമ്മയുടെ ഹാപ്പി ബർത്ത്ഡേ കേക്ക് മുറിക്കണ്ടേ എത്ര നേരം ഭയങ്കര എക്സൈറ്റഡ്. അപ്പോൾ എനിക്ക് പൊതുവെ ആനിവേഴ്സറീസും ബർത്ത്ഡേസും ഒക്കെ ഭയങ്കര ഇതാട്ടാ. എന്തെങ്കിലും കാട്ടണം, എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്യണം, അങ്ങനത്തെ ഭയങ്കര എൻ്റെ അത്രയ്ക്ക് ക്ഷാമയൊക്കെ ഇല്ല. പക്ഷെ എൻ്റെ കൂടെ കൂട്ടി എന്നെ ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പിരാളാക്കണേ. എനിക്ക് പൊതുവെ നമുക്ക് അന്ന് എന്തെങ്കിലും ഓർത്തിരിക്കാൻ പോലെ എന്തെങ്കിലും ചെയ്യണം, മെമ്മറി ആക്കണം, ഗിഫ്റ്റ് കൊടുക്കണം, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതുള്ള ആളാട്ട് ഞാൻ. പൊതുവേ ഇങ്ങനെ സെലിബ്രേഷൻസ് ഭയങ്കര എക്സൈറ്റഡ് ഞാൻ. അതേപോലെ ഒരു കുഞ്ഞ് എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കാണിച്ചു തരാം. ഹലോ, എക്സൈറ്റഡ് ആണോ? എന്തിനാണ് ഹാപ്പി ആയിട്ടിരിക്കണേ? കേക്ക് മുറിക്കാനാ? ഗിഫ്റ്റ് ഉണ്ടോ അമ്മാക്കും അപ്പാക്കും? എന്താ? ഹാപ്പി ആനിവേഴ്സറിയാ? കേക്ക് എവിടെ? അമ്മക്കൊരു കെട്ടിപ്പിടിച്ച് ഉമ്മതാ. എന്ത്? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല ടൈപ്പ് എടുക്കില്ലിട്ടാ. അങ്ങനെ മുണ്ടാണ്ട് തൊടാണ്ടൊക്കെ നിൽക്കുക പറയുമ്പോൾ നിൽക്കണ്ട കേട്ടോ. സാധാരണ കേക്കൊക്കെ വലിച്ചെറിഞ്ഞ സമയം അതിക്രമിച്ചേക്കണേ. പിന്നെ എക്സൈറ്റ്മെൻറ്റ് കൊണ്ടാണ് തോന്നുന്നുണ്ട് ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ റീൽ എടുക്കാനുള്ള പ്ലാനില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓരോ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അപ്പോൾ അവൻ ചെറുതല്ല ഓരോന്നിങ്ങനെ കൗതുകത്തോട് നോക്കിയിരുന്നു. ഇനി ഞങ്ങളിത് 5 വർഷമായിട്ടോ. 5 വർഷമായത് അറിയണേയില്ല, പെട്ടെന്നായ പോലെ തോന്നുക. ഈ 5 വർഷത്തിൽ ആദ്യമായിട്ട് ഞങ്ങളൊരു 5 മാസമൊക്കെ കണ്ടിന്യൂസ്ലി ഒരുമിച്ച് നിൽക്കണം കേട്ടോ. അതിൻ്റെ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് ഈ ആനിവേഴ്സറിക്ക്. സാധാരണ ഞങ്ങൾ 2 മാസം നിൽക്കുക അല്ലെങ്കിൽ 3 മാസം നിൽക്കുക അടുപ്പിച്ച് അത്ര നിൽക്കാറുള്ളൂ. ഇപ്രാവശ്യമാണ് 5 മാസം നിൽക്കുന്നത്. പിന്നെ എല്ലാ റിലേഷനിലും ഉണ്ടാവണ പോലെ ഞങ്ങളും അടിപിടി വഴക്കൊക്കെ അത്യാവശ്യത്തിലധികം ഉണ്ടാവുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ
തല്ലുണ്ടായാലും എന്തുണ്ടായാലും അവസാനം നമ്മളൊരു കംഫേർട്ട് നമ്മൾ ഭർത്താവാണല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ. ആ ഒരു ചിന്ത മതി നമുക്ക്. പിന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോകാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ പേഴ്സണൽ സ്പേസ് കൊടുക്കാറുണ്ട്. ഷാമിയക്കൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. ഷാമിയൊക്കെ അങ്ങോട്ട് പോയി എല്ലാ ദിവസവും ഒരു ഇതുണ്ട്, ഞാൻ എന്തിനാണ് പോകണം എപ്പോഴാണ് പോകണം ഇങ്ങോട്ട് പോകാം അതൊന്നും ഞാൻ ചോദിക്കാറില്ല. ഇക്കായാലും ഷാമിയൊക്കെ നല്ല പോലെ ഇപ്പോൾ എങ്ങോട്ടും പോകണമെന്ന് പറഞ്ഞാലും പൊയ്ക്കോ അങ്ങനത്തെ ഒരു ഇതുണ്ട്. എന്താ ചെയ്യണേ എപ്പോഴാണ് അങ്ങനെയൊന്നും ചോദിക്കാൻ അങ്ങോട്ടും കൂടില്ല. കാരണം നമ്മൾ രണ്ടാൾ രണ്ട് ഇൻഡിവിജ്വൽസാണ്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പേഴ്സണൽ സ്പേസ് നമ്മൾ കൊടുക്കുക, നമ്മൾ അതിൽ കയറി ഇടപെടാണ്ടിരിക്കുക. അതൊക്കെ നമ്മൾ റിലേഷൻഷിപ്പിൽ നല്ല പോലെ മുന്നോട്ട് പോയി വാല്യൂ തരാൻ ഉള്ള കാര്യമായിട്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞാണ്. നിങ്ങളെല്ലാവരും അതിൽ പോവുക. പിന്നെ എല്ലാ റിലേഷൻഷിപ്പും നല്ലപോലെ മുന്നോട്ട് പോട്ടെ. ഞങ്ങളതും ഇനിയും നല്ലപോലെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ ഫോട്ടോ സെഷൻ എടുത്തുകൊണ്ടിരിക്കട്ടാ. ഇനി നമുക്ക് എതിർക്കാം. Happy birthday to you. Happy birthday to you. മമ്മി പപ്പ കൂടെ ആയിക്കോട്ട് തരാം. ഒരു മിനിറ്റ്. മതി നീ മമ്മ പപ്പ കൊടുത്തേ. ഞാൻ പോയി ഞങ്ങളുണ്ടോ? ഇതാണ് പപ്പാക്കുള്ള അയ്യൂന് പപ്പ കൂട്ടോ. പപ്പ അയ്യോ സൂപ്പർ ഗിഫ്റ്റ്. എന്താണ് വിചാരിക്കുന്നത്? Yes, that's nice. That's a good gift. That's a good gift. Yes. That's my G-Shock. എനിക്ക് എൻ്റെ ഇത്ര ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത് കഴിഞ്ഞ മുമ്പത്തെ വർഷം കൊടുത്തൊന്നും ഗിഫ്റ്റൊന്നും അത്രയ്ക്ക് ഷാമിയൊക്കെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം മൂപ്പയാൾക്ക് കുറേ പേഴ്സണൽ പ്രിഫറൻസസും ചോയ്സസും ഉണ്ട്, ഓരോ വാച്ച് ഷൂ അതിനൊക്കെ. അപ്പോൾ മൂപ്പയാൾക്ക് അത്ര ഇഷ്ടമുള്ളത് ആഗ്രഹിച്ച് കിട്ടുമ്പോഴാണ് ഷാമിയാക്കയുടെ മുഖത്ത് ഇത്ര സന്തോഷം ഹാപ്പിനെസ്സും കാണാറുള്ളൂ. അപ്പോൾ അത് 2 കൊല്ലത്തിന് ശേഷം എൻ്റെ ആ ഒരു ഗിഫ്റ്റ് സക്സസ് ആയി എന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സാധാരണ എന്ത് മേടിച്ചു കൊടുത്താലും ഒന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് സെറ്റ് ആവാറില്ല, അല്ലെങ്കിൽ മോഡൽ വേറെ ആവാറുണ്ട്, അല്ലെങ്കിൽ ടീഷർട്ട് ആണെങ്കിൽ സൈസ് ശരിയാവില്ല, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്രാവശ്യം എല്ലാം കൊണ്ട് പക്ക അതിൻ്റെ ഒരു ഹാപ്പിനെസ് ആയിട്ടൊക്കെയാണ്. ഈ G-Shockന് അത്യാവശ്യം എന്നാലും ഞാൻ കുഴപ്പമില്ല വിചാരിച്ച് കണ്ടുപിടിച്ച് അങ്ങനെ ഞാനും ചെജ്ജും കൂടിയിട്ട് ഓർഡർ ചെയ്ത് അങ്ങനെ സക്സസ് ആയിരുന്നപ്പോൾ ഹാപ്പിനെസ് ആട്ടാ. എനിക്ക് പിന്നെ എന്ത് തന്നാലും ഇഷ്ടമാവും. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഗിഫ്റ്റ് കാര്യത്തിൽ പ്രിഫറൻസസ് ചോയ്സസ് ഒന്നുമില്ല. അപ്പോൾ പിന്നെ എന്ത് തന്നാലും ഒരുവിധം നല്ലതെന്നൊക്കെ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ആ പ്രശ്നം ഷാമിയൊക്കെ ഷാമിയൊക്കെ എപ്പോൾ മേടിച്ചാലും ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ സക്സസ് ആവാറുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ നമ്മൾ ഐബുവിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം നമ്മൾ ഓർത്തേ ഇല്ല. അപ്പോൾ അവനക്ക് ആകെ സങ്കടമായി, എനിക്ക് സർപ്രൈസ് ഇല്ല പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നിട്ടാ. നമ്മൾ കുട്ടികൾക്ക് അത് ഇതാവും എന്നുള്ള നമ്മൾ ശ്രദ്ധയിൽ പെട്ടില്ല. പിന്നെ ഒരു പെട്ടിയിൽ മുട്ടായി ഇട്ട് കൊടുത്ത് ഹാപ്പി മുട്ടായി കിട്ടിയില്ലേ ഇങ്ങോട്ടൊക്കെ ഹാപ്പി ആയാ. അങ്ങനെ ഞങ്ങൾ ആനിവേഴ്സറിയുടെ അന്ന് രാവിലെ കേട്ടാ, ഇന്ന് രാവിലെ എണിച്ചു നോക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ വിഷ് ചെയ്തേക്കണേ, മെസ്സേജ് എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടാ. ഇങ്ങനത്തെ ഇതൊക്കെ ഭയങ്കര ഇഷ്ടം. ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിൽ എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ നമ്മളത് കമൻസ് റിപ്ലൈ കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതുള്ള ആളാണ്. ഷാമയൊക്കെ കഴിക്കുക എന്തിപ്പോൾ ഇത് വലിയ കാര്യമൊക്കെ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര ഇതാട്ടത്. ഇൻ്റെ പോലെ ഒരു കമൻറ്റ് ചെയ്യാം. പ്രത്യേകിച്ച് അങ്ങനെ ഈ ബർത്ത്ഡേസ് ആയാലും ആനിവേഴ്സറി ആയാലും
ഇത് ഇങ്ങനത്തെ ഒക്കെ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താ, കാരണം എല്ലാ ദിവസത്തെ പോലെയല്ലോ ഇങ്ങനത്തെ ദിവസം നമ്മൾ എല്ലാ ദിവസത്തെ പോലെ വെറുതെ വിട്ട് കഴിഞ്ഞാൽ അതിനൊരു ഇതുണ്ടാവില്ല. നമുക്ക് ഓർത്തെക്കാൻ വേണ്ടിയിട്ട് എല്ലാ കൊല്ലം ആകെ 2 ഡേയ്സല്ലേ വരുന്നുള്ളൂ. അപ്പൊ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ആയിട്ട് നമുക്ക് വേണമല്ലോ. പിന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് തരിക അതൊക്കെ ഭയങ്കര ഇതല്ല കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ ഹാപ്പിയായി കുറെ ആൾക്കാരെ വിളിച്ചതും ഇതൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ കാരണം എന്താ വെച്ചാല് ഇന്ന് ഷാമിയൊക്കെ ഫ്രൈഡേ 2 നേരം കളിയുണ്ട്. പിന്നെ രാവിലെ നമുക്ക് അത് നടക്കൂലല്ലോ. അപ്പാണ് ഇന്നലെ രാത്രി കേക്ക് കുറിച്ച് സെലിബ്രേറ്റ് ചെയ്തത്. ഐബു നല്ല ഹാപ്പി ആയിരുന്നിട്ട്. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇതല്ലേ, അപ്പൊ അവനായിട്ട് നല്ല രസമായിരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നിപ്പോ ഇതാ ഷാമിക്ക് കളിക്കാൻ പോകുമ്പോൾ രാവിലത്തെ ഫുഡ് വേണ്ട. ഉച്ചക്ക് ഞാൻ നെയ്ച്ചോറ് വെക്കണം, പെപ്പർ ചിക്കൻ രാത്രി തന്നെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒക്കെ വെച്ച് പിന്നെ നൈറ്റിക്ക് ഞങ്ങളൊരു പ്ലാൻ ഉണ്ട്. അത് നിങ്ങൾ ഇനി വീഡിയോയിൽ കാണാട്ടെ കുറച്ച് കഴിഞ്ഞാല്. ഞാൻ ഇപ്പൊ പറഞ്ഞില്ല എന്താ പ്ലാൻ, ആ സമയത്ത് പറഞ്ഞുതരാം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഗിഫ്റ്റ് ഒക്കെ ഇഷ്ടമായി. അതുപോലെ എന്താ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ 2-3 ആൾക്കാർ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യണതും യൂട്യൂബിൽ കാണുന്നതും ഓർത്ത് വെച്ചിട്ട് വിഷ് ചെയ്തിരുന്നില്ലേ. അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ട്. കാരണം ഫാമിലി വിഷ് ചെയ്യണ പോലെ എല്ലാവരും വിഷ് ചെയ്യുമ്പോൾ അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഉമ്മയിലും അമ്മയിലൊക്കെ പൈസ ഒക്കെ അയച്ചെന്ന് ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി. കാരണം അവർക്കിപ്പോൾ ഗിഫ്റ്റ് ഇങ്ങോട്ട് അയച്ചു തരാനുള്ള ഓപ്ഷൻ എല്ലാവരും അങ്ങനെ കൊടുത്താക്കാനൊന്നുമില്ലല്ലോ. അപ്പോൾ അവര് പൈസ ഒക്കെ അയച്ചാൽ അതൊക്കെ നല്ല ഹാപ്പി അങ്ങനത്തെ ഒക്കെ. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പൊ ഇന്നത്തെ വിശേഷം ബാക്കിയുള്ളതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ അതാ ലഞ്ച് പ്രിപ്പയർ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞ പോലെ നെയ്ച്ചോറാണ്. പിന്നെ നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള ഫുഡാണ് നെയ്ച്ചോറ്. എനിക്ക് ഷാമിയക്കും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ്. ഏതെങ്കിലും ഒരു കറി ബിരിയാണിനാട്ടിയും കുറച്ചും കൂടി. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ കറി ഇന്നലെ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. കഴിഞ്ഞതിന് മുമ്പത്തെ തവണയൊക്കെ ഞങ്ങൾ സ്റ്റെക്കേഷൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ സ്റ്റെക്കേഷൻ ഒരുവിധമൊക്കെ കണ്ട് ഒരേപോലെ തന്നെ നാട്ടിലത്തെ പോലത്തെ റിസോർട്ടൊന്നും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. 2 റിസോർട്ടിൽ നമ്മൾ പോയത്. ഇപ്രാവശ്യം കളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ആ പ്ലാൻ വേണ്ട വിചാരിച്ചതായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതാ നമ്മളെ ഫുഡൊക്കെ ഉച്ചക്കത്തെ ഇതാ നല്ല നെയ്ച്ചോറും പെപ്പർ ചിക്കനും കച്ചമ്പറൊക്കെ ആയിട്ട് നമ്മളെ ഉച്ചക്കത്തെ ഫുഡ് കഴിഞ്ഞു. ആനിവേഴ്സറി ഫുഡ്. അപ്പോൾ അത് ആനിവേഴ്സറി ഒക്കെ ആയിട്ട് ഡിന്നർ നൈറ്റിന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ഫുള്ളായിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇങ്ങനത്തെ ഒരു കാർഡിഗനും ഈ ജീൻസിൻ്റെ സ്കേർട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ അതാ ഞാനിതാ ബ്ലഷൊക്കെ ഇട്ട് കുറച്ച് അത്യാവശ്യം ഇന്ന് നല്ലപോലെ ഒരുങ്ങുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കൂതറ പോലെ വേഗം ഒരുങ്ങിയിട്ട് ഓടിച്ചാൽ ഇങ്ങനെ ഐ ഷാഡോ ഒന്നും അങ്ങനെ ഇടാറില്ല. ബ്ലഷും ഇത്ര അധികം ഒന്നും ഇടാറില്ല. ഇന്നൊരു അങ്ങനത്തെ ഒരു സെറ്റപ്പ് ആയതുകൊണ്ട് കുറച്ചൊന്ന് ഹൈലൈറ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് നല്ലപോലെ ഒരുങ്ങി സെറ്റപ്പായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച കമ്മലത്തെ ഒരു കമ്മലിട്ടിട്ട് നല്ലപോലെ സൂട്ടായിട്ടുണ്ട് ഈ ഡ്രസ്സിക്ക്. അപ്പം അങ്ങനെ ഇട്ടിട്ട് എനിക്ക് ഭയങ്കര ഇന്ന് ഹാപ്പിനെസ് ആയിട്ട് ഞാൻ നല്ലപോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഗെറ്റ് റെഡി എത്തിമി കാണാം കേട്ടോ. അങ്ങനെ പറയാനൊന്നുമില്ല. സെറ്റ് കമ്മലൊക്കെ സെറ്റ് ചെയ്യലേ. ഹലോ ഗൈസ്. പറഞ്ഞോ. അപ്പൊ ഞങ്ങൾ ഉച്ചക്ക് പറഞ്ഞ പോലെ ഞങ്ങളിപ്പോ കപ്പിൾ ഡിന്നർ ഡേറ്റിന് പോവാണ് കേട്ടോ. അപ്പൊ ആനിവേഴ്സറി ഒക്കെ പ്രമാണിച്ചിട്ട് നമ്മള് കഫേയിലാണ് പോണത്. അതുകൊണ്ട് തന്നെ ഐബുന്റെ കസിന്റെ ജഡ്ജു അവന്റെ അടുത്ത് ആക്കിണ്ട്. എന്തൊക്കെ ആവുമെന്ന് അറിയില്ല. അവൻ മാനേജ് ചെയ്തോളൂ പാർക്കിക്കൊക്കെ കൊണ്ടുപോയിട്ട്. ഇപ്പൊ എന്താ വെച്ചാൽ ഐബു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ അലമ്പാക്കണ ആളാണ്. അപ്പൊ കഫേയിലാവുമ്പോ ഇവിടെ സൈലന്റ് ആണ്. നാട്ടിലത്തെ പോലെ എല്ലാവരും സൈലന്റ് ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന സ്ഥലം. നമ്മൾ ബാക്കിയുള്ളവരെ ഡിസ്റ്റർബ് ചെയ്തതില്ല. അപ്പൊ പിന്നെ നമ്മള് കുട്ടിയെ 2 മണിക്കൂറിന്റെ കാര്യമില്ല. അപ്പം ഞാനിന്നിങ്ങനെ തൊപ്പിയൊക്കെ വെച്ചിട്ടാട്ടോ സെറ്റായിണ്ടായിരുന്നത്. ഇത് ഞങ്ങൾ ജോർജിയ പോയപ്പോൾ മേടിച്ച തൊപ്പിയായിരുന്നു. പിന്നെ ഒന്നും ഇട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇന്നത് ഈ ഡ്രസ്സിക്ക് നല്ല സ്യൂട്ടായി വരുന്നുണ്ട്. പിന്നെ തണുപ്പല്ല. അപ്പം
അങ്ങനെ ഞങ്ങളിതാ ടോർച്ച് ടവറിൻ്റെ മേലത്തെ ഒരു കഫേയിലാട്ട് ഞങ്ങൾ പോണത്. അപ്പോൾ ടോർച്ച് ടവർ അറിയാത്തവരൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഏറ്റവും വലിയ ടവറല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് വലിയ കഫേ പ്ലാൻ ആയിരുന്നു കേട്ടോ. എന്തെങ്കിലും കഫേയിൽ പോവുക അങ്ങനെ ആയിട്ട്, കാരണം സ്റ്റെക്കേഷൻ പ്ലാനില്ല. അപ്പോൾ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ ആക്കേണ്ടത് വിചാരിച്ചിട്ട്. അപ്പോൾ ഇവിടെ അധികം കഫേസ് ഒന്നും ഇല്ലല്ലോ, കഫേസ് കുറവല്ലേ. അപ്പം അങ്ങനെ ഇതാ ടോർച്ച് ടവറിൻ്റെ മേലത്തെ കഫേയിലാണ് കുറേ നോക്കി. അപ്പോൾ ഇത് കുറച്ചുകൂടി സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ജഡ്ജൊക്കെ സജസ്റ്റ് ചെയ്തതാട്ടോ ഈ ടോർച്ച് ടവറിൻ്റെ മേലത്തെ കഫേ. അപ്പം അങ്ങനെ വന്ന് നടന്ന് നോക്കുമ്പോഴാണ് എന്താ അതിൻ്റെ മേലൊക്കെ നോക്കുമ്പോൾ എത്ര ഇതാണെന്ന് അറിയോ, വലിയ സാധനമാണ്. എനിക്ക് തോന്നുന്നു 2-3 ഹോട്ടൽസിൻ്റെ ബാക്കിയൊക്കെ റൂംസുകളാണ് തോന്നുന്നുണ്ട്. Okay. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര രസമുണ്ട്, ആസ്തെറ്റിക്കലി നല്ല രസമുണ്ടെന്ന്. ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് പിന്നെ ഭയങ്കരമായിട്ട് സെറ്റപ്പ്, നല്ല പക്ക സൈലൻ്റ് ആയിരുന്നിട്ട്, അധികം ഒച്ച ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ പറയുന്ന ഐബുവിനെ കൊണ്ടുവന്ന് വളരെ നല്ല ഓപ്ഷനായി പോയെന്ന്. കാരണം ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള കുറച്ച് ഒഫീഷ്യൽ മീറ്റിങ്സ് അങ്ങനത്തെ ഒക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമല്ലേ. അപ്പം നമ്മളങ്ങനെ കുട്ടികളായിട്ട് വന്നിട്ട് അവർക്ക് ഡിസ്റ്റർബ് ആവാൻ പാടില്ലല്ലോ. അപ്പം ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിക്കുകയാണ്. വാ, ഇത് നല്ല ഇഷ്ടമായി ഈ ഏരിയ. ഇത് കൂടെ ആ കഫേയുടെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല രസമുണ്ട്. ഫുള്ളൊരു ഫോറസ്റ്റ് തീം പോലെ ആക്കിയിട്ട് പിന്നെ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ സെറ്റപ്പാട്ടെ, അധികം ലേറ്റൊന്നും ഇല്ലാണ്ട് അങ്ങനത്തെ ഇരുന്നപ്പോൾ കുറേ റിസർവ്ഡ് ആയിട്ടുള്ള സീറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നും അവിടെ പോയി നോക്കിയത് എവിടെ ഇരിക്കുക എന്നുള്ള പ്ലാനിൽ. അപ്പോൾ നമുക്ക് രണ്ടാൾക്ക് സ്യൂട്ടായിട്ടുള്ളൊരു വിൻഡോ സൈഡിലായിട്ടൊന്നും എടുത്ത് ഫുൾ ക്യാൻഡിൽ ലൈറ്റ് സെറ്റപ്പ് ലൈറ്റ് ഒന്നും നല്ല രസമാണ്, എനിക്ക് ഇഷ്ടമായിട്ട്. മൊത്തത്തിലുള്ള ആംബിയൻസ് പക്കയായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് എന്തൊക്കെ വേണ്ടി മെനു ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പരിചയപ്പെടുത്തിയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ട് ഖത്തറത്തെ ഓരോ ഭാഗങ്ങൾ കാണാം. അത് അടിപൊളിയായിരുന്നിട്ടോ. അത്രയും ടോപ്പിൽ നിൽക്കുന്നത്. നമ്മളിത് 21 മറ്റേ 42 ഉണ്ട്. 42 അതൊക്കെ നിൽക്കുമ്പോൾ എത്രത്തോളം അടിയിക്കാവും ഞാൻ ആലോചിക്കായിരുന്നു. നമ്മൾ എന്തൊക്കെ പേര് പറയാൻ അറിയില്ല, എന്തൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ. ഇത് ഞാൻ കുറേ കാലമായിട്ട് കഴിക്കണ സാധനം, സെന്റ് സെബാസ്റ്റ്യൻ ചീസ് കേക്ക്. പിന്നെ ഇതിന്റെ പേരെന്താ, സ്റ്റേക്കിന്റെ എന്തോ സാധനം, സ്റ്റേക്ക് നടി പറയാ. ഇതിന്റെ എന്താ, ഇത് ചിക്കൻ എന്താ, ഏറ്റവും ചെറുതെടുക്കും നമുക്ക് വേണ്ടട്ടോ. എങ്ങനെയുണ്ട്? Not so bad, not so good. സ്റ്റേക്കൊക്കെ ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. എനിക്ക് ആദ്യം നിന്നപ്പോൾ സ്റ്റേക്കിൻ്റെ സാധനം വലിയൊരു ഇത് തോന്നിയില്ല. പക്ഷേ ചീസൊക്കെ കഴിച്ച ഭാഗത്ത് വന്നപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഫുൾ തിന്നിട്ടാ. അതിൻ്റെ ഭാഗത്ത് വന്നപ്പോൾ നല്ലപോലെ ഇതുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ്റെ എന്തൊക്കെ ഒരു ബ്രസ്റ്റ് പീസ് പോലത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ അടിപൊളി ഫുഡായിരുന്നു.
അങ്ങനെ ഫൈനലി കൊതിച്ചിരിക്കുന്ന സാധനം ടേസ്റ്റ് ചെയ്യാൻ പോയിട്ട് ചീസ് കേക്ക് കുറേ ഇത് ടേസ്റ്റ് നോക്കണം വിചാരിക്കണേ. കുറച്ച് ഓവറാക്കലുണ്ടോ സംശയം. ഞാൻ തിന്നിട്ട് എക്സ്പ്രഷൻ കണ്ട സമയമൊക്കെ ഓവറാ പറയട്ടോ, പക്ഷെ നല്ല ടേസ്റ്റ്. നമുക്ക് വായ വെക്കുമ്പോഴത്തേനും മൗത്ത് മെൽറ്റിംഗ് എന്ന് പറയില്ല, അതുപോലെ ഇങ്ങനെ അലിഞ്ഞു പോവുക. ഞാൻ വിചാരിച്ച ടേസ്റ്റിനായിട്ട് അപ്പുറം ഇരുന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായേ. ഇത് മസ്റ്റ് ട്രൈ ആയിട്ടേന്ന്. ഇതിവിടെ വന്നതിൽ തിന്നത് വേറെ എവിടുത്തെ നമ്മൾ തിന്നുമെന്നും അറിയില്ലല്ലോ. ഇത് ഇവിടുത്തെയാണ് വേറെ എവിടുത്തെ ടേസ്റ്റ് എന്നൊക്കെ അറിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ക അടിപൊളി സാധനം. എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതൊക്കെ നിങ്ങൾ മുമ്പ് എല്ലാവരും തിന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ ഇവിടുത്തെ ഫുൾ ആംബിയൻസ് നമ്മൾ അവിടുത്തെ ഒക്കെ ഒന്ന് എടുത്താട്ടാ. നല്ല രസമുണ്ട് കേക്ക് അറേഞ്ച് ചെയ്തത്. മൊത്തത്തിൽ നല്ലൊരു ഫോറസ്റ്റ് തീം പോലെ ആയിട്ട് അടിപൊളിയായിരുന്നിട്ടാ. അങ്ങനെ ഞങ്ങൾ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയേ. കുറേ കാലത്തെ ശേഷം ഞങ്ങൾക്കുള്ള ഒരു ഒറ്റക്കുള്ള ടൈം കിട്ടിയിട്ട് നൈസ് ആയിരുന്നിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ജജുനൂടെ എന്താ ചെയ്ത്? കൊറേ ചലിച്ചാ? പിന്നെന്താ ചെയ്ത്? ജജു എന്ത് മേടിച്ചെന്ന്? പിന്നെ ഹാപ്പി ആയിരുന്നു അവിടെ? കൊറേ ഓഹോ. അങ്ങനെ ഞങ്ങൾ ഐബൂനൊക്കെ എടുത്ത് അവനും ഹാപ്പിയും ചേച്ചുവിൻ്റെ അടുത്ത് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 2 hourൻ്റെ കാര്യമുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇന്നത്തെ ആനിവേഴ്സറി പരിപാടികളൊക്കെ കഴിഞ്ഞ് ഐബൂനായിട്ട് നൈറ്റ് കേക്ക് മുറിച്ചതും ഞങ്ങൾ ഒറ്റയ്ക്കുള്ള കഫേയിൽ പരിപാടി എല്ലാം കൊണ്ടും എല്ലാം സൂപ്പറായിട്ട് ഇക്കൊല്ലം. പിന്നെ ഞങ്ങൾക്ക് കുറേ ആയിട്ട് ഞങ്ങൾ ഒരുമിച്ചുള്ള ടൈം കിട്ടിയിരുന്നില്ല, ഇവൻ എപ്പോഴും ഉണ്ടാവുമായിരുന്നല്ലോ. അപ്പോൾ ഇത് കാമയും പോയിട്ട് ഞങ്ങൾക്കുള്ള ടൈമൊക്കെ കിട്ടി. നൈസായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്ത് ഇപ്രാവശ്യം ആനിവേഴ്സറി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഞാൻ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി കുറച്ച് ഫോട്ടോസൊക്കെ കാണാം കേട്ടോ. ടാറ്റാ.